സമരത്തിനിറങ്ങി നിൽക്കുന്ന ജെൻസി കുട്ടികളുടെ രാഷ്ട്രീയ ബോധം എന്തെന്ന് നിങ്ങൾക്കറിയോ? അതും പെൺകുട്ടികളുടെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. രാജ്യം തന്നെ സശ്രദ്ധം കേൾക്കേണ്ട പ്രതികരണമാണ്. ആരാണ് പറഞ്ഞത് നമ്മുടെ ചെറുപ്പങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമില്ല എന്ന്? ഇതൊന്ന് കേട്ടെ. സംഘടിച്ച് പ്രതിഷേധിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമ്മൾ ദേശദ്രോഹികളാണെന്നാണ്. രണ്ടാമത് നമ്മൾ വിളിച്ചത് തീവ്രവാദികൾക്കാണ്. എന്നിട്ട് മൂന്നാമത് പറഞ്ഞതാണ് 5 വർഷം ഇന്റർനാഷണൽ റിലേഷൻസും പൊളിറ്റിക്കൽ സയൻസും പഠിച്ച എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇത് അമേരിക്കയുടെ അജണ്ടയാണ്. അല്ല സുഹൃത്തെ, ഒരു കാര്യം ചോദിക്കട്ടെ, അമേരിക്ക എത്ര ബാരല്, എത്ര ലിറ്റർ, എത്ര പൗണ്ടിന് എവിടെ നിന്ന് വാങ്ങണമെന്ന് എഴുതി കൊടുത്താല് അത് ഇമ്പോസിഷൻ പോലെ എഴുതുന്ന ഒരു ഗവൺമെന്റിനെയാണ്. ഫിഫ വേൾഡ് കപ്പിന് ഫോട്ടോ എടുക്കാൻ കൂടെ നിൽക്കാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ എന്റെ പൊന്നു സുഹൃത്തെ, വല്ലപ്പോഴും കുറച്ച് ആ വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 അക്ഷരം ബുക്ക് നോക്കി വായിക്കണം. കേട്ടല്ലോ, കേവലം 1.5 മിനിറ്റ്. ആ 1.5 മിനിറ്റിനിടയിൽ കാച്ചിക്കുറുക്കിയ പോലെ പറഞ്ഞ വാചകങ്ങളുണ്ട്. സമരക്കാരെ അധിക്ഷേപിക്കാൻ വേണ്ടി കേന്ദ്രന്മാർ ഉന്നയിച്ച ഓരോ വാക്കുകൾക്കൊടുവിൽ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ അജണ്ടയിൽ വന്ന് നിൽക്കുന്ന ആ പരാമർശങ്ങളെ എല്ലാം കൂടി ചേർത്ത് വിശ്വഗുരുവിന്റെ അടിമപ്പണിയെ എക്സാമ്പിളാക്കി പറഞ്ഞു കൊടുക്കുന്ന ആ രാഷ്ട്രീയ ബോധമില്ലേ, അതാണ് അവർ എങ്ങനെയാണ് ഓരോന്നിനെ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവ്. പലതും അവർ പഠിക്കാതെയും കേൾക്കാതെ ഇരിക്കാൻ പാഠപുസ്തകങ്ങളിൽ നിന്ന് വരെ നീക്കാനുള്ള RSSന്റെ തന്ത്രങ്ങളൊന്നും പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങളോട് വിലപ്പോകില്ല. അവർക്കറിയേണ്ട കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കും, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇത്രയും കാലം അതിലിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി അവർ മെനക്കെട്ടില്ല എന്നുള്ളതാണ് ആ പ്രതികരണം കേൾക്കുമ്പോഴുള്ള തിരിച്ചറിവ്. എന്തായാലും രാജ്യത്ത് സ്വമേധയാ രൂപപ്പെട്ട ആ പ്രതിഷേധം അത് ചില കാഴ്ചപ്പാടുകൾ കൂടി ഈ രാജ്യത്തിന് സമ്മാനിക്കുന്നുണ്ട്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന യൂത്തുകൾ, അവർക്കുണ്ട് കാഴ്ചപ്പാട്. അവർ നിങ്ങളെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അവർ രാഷ്ട്രീയത്തിൽ തൽപരരല്ല. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പൊടുന്നനെ അരാഷ്ട്രീയവാദം വളർത്താമെന്നൊക്കെ വിചാരിക്കുന്നിടത്ത് മുട്ടിലെഴയുന്ന പരിപാടി വരെ കൃത്യമായി കണ്ട് അവർക്ക് ഭരിക്കുന്നവരോടുള്ള പുച്ഛം എത്രത്തോളം ഉണ്ട് എന്നുകൂടി ആ കുട്ടിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതാണ് പുതിയ കാലഘട്ടത്തിലെ ജെൻസികൾ. നിങ്ങൾ അവരെ ഒന്നും അറിഞ്ഞൂടാത്തവർ എന്ന രീതിയിൽ വില കൽപ്പിക്കാതെ പരിഗണിക്കാതെ തഴയുമ്പോൾ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണത്തിന്റെ രൗദ്രഭാവം എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ പെൺകുട്ടി ഈ നടത്തിയിരിക്കുന്ന ഗംഭീര പ്രസംഗം. വാക്കുകൾ കൊണ്ട് തീച്ചൂളയിടുന്നുണ്ട്. ആ തീച്ചൂളയിലൂടെ വലിയ ഗീർവാണങ്ങൾ അടിച്ചു ഭരിക്കുന്നവരെ എരിച്ചു കളയുന്ന പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കേൾക്കുമ്പോൾ കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടടുത്ത് കൊള്ളും. മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലുള്ള യുവത്വങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് മലയാളികൾക്ക് അഭിമാനിക്കാൻ കൂടി വകയുള്ളതാണ് ആ കുട്ടിയുടെ പ്രതികരണം.